അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഒരു ചെറിയ നോക്കാം. അപ്പൊ ഗായ്സ്, എൻ്റെ കുട്ടിയുടെ ചെറിയിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്ന് പറയാം. സ്വാഗതം ഒരു ഹായ് കൊടുത്താ എല്ലാവർക്കും ഒരു അസ്സലാമലൈക്കും കൊടുത്താ ഒരു അസ്സലാമലൈക്കും കൊടുക്ക്. കൈ അടുത്ത് തരുന്നുണ്ട് കേട്ടോ മക്കളെ നിങ്ങൾക്ക്. ഗായ്സ്, അങ്ങനെ മരുമകനും മകൾക്കും വേണ്ടി എന്തുണ്ടാക്കുന്നുണ്ട്? കച്ചമ്പറും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും. ഞമ്മടെ മത്തി ഇതൊക്കെ കൊണ്ടേ കൊടുത്തിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? ആരോ പറഞ്ഞ മാതിരി അങ്ങോട്ട് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞേ. അനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? അനക്ക് പെരുന്നാള് രസമില്ല? ഇതെന്താ എൻ്റെ അടുക്ക് പോവാന് പെരുന്നാൾക്ക്? കുറെ ആൾക്കാർ എന്താ സിനുവിന്റെ വീട്ടിലേക്ക് പെരുന്നാളിന് പോവാത്തെന്ന് ചോദിച്ചു. എന്താ കാരണം? സിനുവിനോട് ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓള് പറയണം നിങ്ങളും നിൽക്കണം എന്ന് പറഞ്ഞേ. മാസമായിട്ട് ഇവിടെ ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ഇവർ പെരുന്നാൾക്ക് ചോറിനുമ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്, ഇവർ കല്യാണത്തിന് ചോറിനുമ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്, ഇവര് നോമ്പർപ്പിക്കലിന് ഓരോന്ന് തിന്നുമ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്. ഞാൻ എന്നൊരു മനുഷ്യൻ ഇത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എന്താക്കാം, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും കുറച്ച് ബുദ്ധി ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഞാനത് ചെയ്യണം എന്ന് നിർബന്ധിച്ച് അങ്ങനെയല്ല ഈ ചിന്തിക്കേണ്ട. എന്താ ഞാനോട് പറഞ്ഞേ, എനിക്ക് ജിം ഒഴിവാക്കാൻ പറ്റൂല, എനിക്ക് വർക്കൗട്ട് ഒഴിവാക്കാൻ പറ്റൂല, എനിക്ക് ഏത് അതിന്റെ മുന്നൊക്കെ ഞാൻ വന്ന് നിന്നിട്ടുണ്ട്. വീഡിയോ ആണെങ്കിൽ എടുത്തു നോക്കും, 100 വട്ടം ഞാൻ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായിരുന്നു കാരണം. അപ്പൊ പറഞ്ഞു ഓള് ഞാൻ ഉണ്ടെങ്കിലേ പോളൂ, പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോവാതെ ഇവിടെ കുത്തിരുന്ന അല്ലേ. അപ്പൊ ഇനി കൊണ്ടാക്കണം. ഇനി എന്നാ പോണ്? ഇപ്പൊ തെറ്റൊക്കെ മാറി അടിപൊളിയായിട്ട് കേട്ടോ. 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിടാത്തൊന്നുമല്ല കേട്ടോ, അവളോട് പോയിക്കൊള്ളാനോ കൊണ്ടാക്കി കൊടുക്കാനൊക്കെ ഞാൻ പറഞ്ഞേക്കണേ. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടാക്കിയിട്ട് ഞാൻ വരുന്നു ഞാൻ പറഞ്ഞു. കാരണം എനിക്കത് ഒഴിവാക്കാം അത്രയും. കാരണം ഇതിൻ്റെ ഇടയിൽ വരെ ഞാൻ പല കാര്യങ്ങളും അതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ അവിടെ ഉള്ളവരോട് എന്ത് പറയണം, എൻ്റെ പുതിയാപ്പിള് അത്രയും ഇടങ്ങേറായി കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഇടങ്ങേറ് എനിക്ക് മനസ്സിൽ നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളൊക്കെ നോക്കിക്കലാണ്. കാരണം അതിന് അത്രത്തോളം എഫേർട്ട് ഞാൻ അതിന് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ? അതന്നെ ഞാൻ എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അപ്പൊ അത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോ എന്താ സംഭവം എന്ന് പറയുന്നത്, ഡയറ്റ് എടുക്കണ ഒരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഗൈസ്. ഡയറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഈ കാര്യം മനസ്സിലാവും. കാരണം നമ്മളെന്താക്കും, ഡയറ്റൊക്കെ എടുത്ത് അത്രയും ദിവസം നിന്നിട്ട് ഇനി ഭാര്യ വീട്ടിലേക്കോ അല്ലെങ്കിൽ വിരുന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കാരെ വീട്ടിൽ പോകുമ്പോൾ അവിടുന്ന് നമ്മളൊരു സാധനം കഴിച്ചില്ലെങ്കിൽ അവർ നമ്മളെ മുഖത്തേക്ക് നോക്കും. അല്ലെങ്കിൽ പറയാം ഓനിപ്പോൾ നമ്മളടുത്തൊന്നും പറ്റൂല എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാം. അപ്പോൾ നമ്മൾ കഴിച്ചു പോകും, അവിടുത്തെ ഡയറ്റ് തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും അങ്ങനെ പോക്കില്ല. അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും എനിക്ക് ഭക്ഷണം എടുക്കരുത്. ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം മുടങ്ങും. ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ ആകെ റൊട്ടീൻ തെറ്റിച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. എല്ലാവരും മനസ്സിലാക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ചക്കരയുടെ കുട്ടി ഒരു കരച്ചില് കുട്ടി തന്നെയാട്ടത്. ഇന്നലെ എപ്പ തുടങ്ങിയ കരച്ചില് ഭാഷി എന്ന് പറഞ്ഞാൽ ചക്കരയുടെ അതേ ഭാഷി അല്ലേ? ഭാഷി പക്ഷെ ആ ഭാഷ തന്നെ വെറുതെ ചുണ്ടിങ്ങനെ ആക്കുക എന്നിട്ട് കരിയ. ഇന്ത്യയൊക്കെ കുട്ടികളായേക്കണോ? ഇന്റെ പൊട്ടീശ്വരന്മാര് കണ്ടോ, ഇന്ത്യയൊക്കെ ആയേക്കണോ? അപ്പൊ എടുത്തിട്ട് ഞാൻ അങ്ങനെ എറിയ. ഞാന് ഇവനെ മാറിയിട്ടില്ല. സത്യം പറയാം, അത് വെക്കാൻ പോണ മടിച്ചിട്ട് നിങ്ങൾ പറയേ വരുത്തോ? കുറച്ച് ഒരാഴ്ച 2 ആഴ്ച കുടിക്കുന്നു പറഞ്ഞില്ലേ? റെഡി ആയി വരണമെങ്കിൽ ഭേദല്ലേ? ഇപ്പൊ ആക്കല്ലേ? എന്നാ പല്ല് വെക്ക, അടുത്ത പല്ലും കൂടി പറിക്കുക. നീ ഏതാ പറിക്കാറുള്ളത്? എന്ത് ഈ പറഞ്ഞ കുറ്റി വെക്കട്ടെ, അതും കൂടി പറിച്ചാലേ പല്ല് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്ന് മാത്രം അണക്കൽ പല്ല് വേണ്ട. അണക്കൽ പല്ലിരുന്നോട്ടെ, പവർ വരച്ചേ. ഹാജറാന്ന് പറയുമ്പോ പവർ ഇട്ട് വരണം. ഇനി നിങ്ങളെ ക്ലോസപ്പിന്റെ പരസ്യത്തിന് വിടുകയാണ്. പല്ലിങ്ങനെ കാണിക്കുക, കായ് നോക്കിയല്ലേ പല്ല് കണ്ടോട്ടെ. കണ്ടോ സിനുവിന്റെ ഒക്കെ ഫുള്ള് വെപ്പാണ്. ഇന്റെ ഒന്ന് നല്ല കാലത്ത് എനിക്ക് പല്ലും വെച്ചെന്നില്ല. ഡോക്ടർ പറഞ്ഞല്ലോ പറിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എനിക്കത് പറയാൻ എനിക്കത് പറിക്കാൻ പറ്റില്ല. കാരണം എന്റെ എല്ലാ പാലക്കാട് ജില്ലയില് തന്നെ കൊണ്ടുപോയി. അപ്പൊ എക്സ്റേ എടുത്ത് നോക്കിട്ട് പറഞ്ഞു പറിക്കാൻ പറ്റില്ല.
അങ്ങനെ ഉണ്ടോ? പിന്നെ അന്നത്തെ നമുക്ക് രസം നിങ്ങളുടെ പാരമ്പര്യമാണ്. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ന്യൂഫില അതാണ് ഒരു ചന്താണെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ച്. അല്ല പാരമ്പര്യമാണ് നിങ്ങൾക്ക്. എന്ത് മോടമ്പല്ലി വരുന്നോ? വാപ്പാക്കുണ്ട് മോടമ്പല്ലി വരുന്നു പാരമ്പര്യ. ഇതേമാതിരിയുള്ള പല്ല്. ഇതൊക്കെ കക്കൂസിന്റെ ക്ലോസറ്റ് കൊണ്ട് പോയിട്ട് പാരമ്പര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പല്ല് ഏ പല്ല് സ്ഥാപിക്കില്ലേ? ആ സകല പല്ലും ഇങ്ങനെ ആയിക്കണത്. അപ്പൊ എന്റെ കുട്ടിക്കൊക്കെ പാരമ്പര്യമാണ് മക്കളെ പാരമ്പര്യം. ചക്കരടി സൗത്തിലും പല്ല്. അതെന്താ അത് പാരമ്പര്യത്തിൽ പെടൂലേ? അത് വേറെ. ആണുങ്ങള് വാപ്പാരത്തിൽ പെടും. പെണ്ണുങ്ങളോ? ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട കേസ്. എനിക്കുള്ള ഫുഡാണ് എണ്ണയും ഉപ്പൊന്നും ഇല്ലാത്ത ചീര. ഇവരിക്കുള്ള നോക്കി കോഴി പൊരിച്ചത്, ഇതാ ബിരിയാണി, ഇതാ ചിക്കൻ കറി, കച്ചമ്പർ. ഇത് എനിക്കുള്ള ചോറാ, ബസുമതിന്റെ റൈസ്. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഫുള്ള് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോവാ. എന്തായാലും സുപ്രീം കോടതി ഹോട്ടലിൽ പണി ഞാൻ എനിക്കുള്ള പണി ഞാൻ ഇട്ടാ പോരെ. അവനാണത് അവനാ വെച്ചോളി കേട്ടോ. എനിക്കാകുമ്പോ ആകെ മാത്രം വെച്ചാൽ ചവായ ഞാൻ എന്താക്കിക്കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട്. ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെയൊന്നും ആവില്ല. നല്ല അടിപൊളി പെരുന്നാൾ. നമുക്ക് പെരുന്നാളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ചെറിയ സൗന്ദര്യപ്പണക്കം വന്നതാണ് പെരുന്നാൾ. ഇപ്പൊ മാതിയാന്റെ സൗന്ദര്യപ്പണക്കം കറക്റ്റ് പറയും. നമ്മൾ ഐബുക്കുട്ടൻ ആരുടെ പോലെ ഉണ്ട് നിങ്ങളൊന്ന് പറയും. ഐബു ഐബ് ഗൈസ്. ഈ കുട്ടികളൊക്കെ പിന്നാമ്പുറത്തൊക്കെ നീന്തുക. എൻ്റെ കുട്ടി കാണാം പിന്നാമ്പുറത്തേക്ക് പോയിട്ട് കണ്ടോ ആ ഒരു സോഫൻ്റെ ഇടുക്ക് പോയിട്ടാണ് നിൽക്കുക അല്ലേ? എടാ കള്ളന്. കുട്ടികളെ കള്ളനെ ഒന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു തമാശക്ക് വിളിക്കണം കേട്ടോ ഗൈസ്. നമ്മളതിനെ വിളിച്ചോണ്ട് ഇപ്പോൾ അങ്ങനെ ആവുമോ? ഐബ് ഇവിടെ ഇതാണ്ടോ ഈ ഇങ്ങനെ ഇപ്പം തന്നെ നീച്ച് മണ്ടാനുള്ള കളിയാവും കളിക്കുന്നത് അല്ലേ? ഗൈസ് ഇപ്പം ഈ കറക്റ്റ് ലുക്ക് നമ്മുടെ ഉപ്പൻ്റെ മാതിരി തോന്നുന്നില്ല നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെയാണ് തോന്നണേ. കാരണം ഓനാകെ ആളിങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ ചില സൈഡിൽ നോക്കുമ്പോൾ അലേഹൻ്റെ ലുക്ക് തോന്നും, ചില സൈഡിൽ നിന്ന് കറക്റ്റ് വാപ്പാൻ്റെ ലുക്കായിട്ട് വരുന്ന ആ മുടിയും ആ ഒരു മൂക്കും മൊത്തത്തിൽ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഐസ് അപ്പം എന്തിനാ ന്യൂഫിലെ സിനുവിനെ വെറുതെ തെറ്റിക്കണമെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. തെറ്റിയതൊന്നുമല്ല മക്കൾ, അത് അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ ഈ തെറ്റിയ കാര്യമൊക്കെ എന്തിനാ യൂട്യൂബിൽ വന്ന് പറയും? നിങ്ങളെ പേഴ്സണലല്ലേ? കാരണം സൗന്ദര്യപ്പണക്കാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മളെ സന്തോഷം മാത്രമാണ്. ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഫുൾ ട്രിപ്പാണ്, ഞങ്ങൾ ഫുള്ള് ഇതാണെന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത്. പിന്നെ ഓൾക്ക് അത്രക്ക് നിർബന്ധമൊന്നുമില്ല ഓളോട് പോകാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ തനിച്ചില്ല നേരത്തെ പറഞ്ഞ അവിടെ എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എനിക്ക് പിന്നെ പോയാൽ മതി എന്നോള് വെച്ചോണ്ടാണ്. പിന്നെ വെറുതെ പ്രശ്നം ഇപ്പോൾ വെറുതെ ചൊറിയൂലേ അവിടെ. ഞാൻ എന്താ പറയുക പള്ളി പിരിഞ്ഞ പാട് അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ മാക്സിമം ഞാൻ ലീവാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നാളെ ഇല്ലെങ്കിൽ ആൾക്കവിടെ നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു, പരസ്യം ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റക്ക് പോയി, പിന്നെ ഓളൊന്നും കൂട്ടാതെ ഒറ്റക്ക് പരസ്യം ചെയ്തു. 2 ദിവസം വീഡിയോ തന്നെ ഇട്ടില്ല. അതായിരുന്നു 2 ദിവസം വീഡിയോ ഇടാതിരുന്നത്. തെറ്റി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കില്ല ഇങ്ങനെ മുണ്ടാതെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് പോകും ഓൾ ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പെരുന്നാളത്തെടുത്ത് ഉപ്പിട്ടാടായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒടുവിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോയി മുണ്ടേണ്ടി വന്നു. ഓൾ ഇതുവരെ മുണ്ടിയിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമുക്ക് കൂടുതൽ നേരം തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ, കൂടുതൽ ദിവസം തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്കിടയിലൊക്കെ തെറ്റുകളും മുണ്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ന്യൂഫിൻ്റെ ലൈഫാണ് സൂപ്പർ എന്നൊന്നും പറയണ്ട. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും പറ്റാണ്ടാവും. ചിലത് നമുക്ക് ഇമോഷൻ വരും, സങ്കടം വരും, ദേഷ്യം വരും. ചിലപ്പോൾ അത് പല രീതിക്ക് പ്രകടിപ്പിക്കും. പക്ഷെ അതൊന്നും പറയേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോൾ മോഡലായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊന്നും അങ്ങനെ റോൾ മോഡലാക്കരുത്. നമ്മൾ വീഡിയോയിലൊരു മുഖം മറ്റേതൊരു മുഖം എന്നുള്ളതല്ല. മനുഷ്യനാണ്, ലൈഫാണ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതെല്ലാം മാറി റെഡിയാവലാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നലെ ഞങ്ങൾ കുറച്ച് ഔട്ടിങ്ങിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അത് ഫുള്ളാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വൈകുന്നേരത്തൊക്കെ ഇടാം. കുറേ ദിവസമായി ചാനലുകളിലൊന്നും വീഡിയോസോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടലില്ല. ഒന്നാമത് ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളും, പിന്നെ തുന്നിയിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വൈകുന്നേരത്ത് ഞാൻ ആക്കിത്തരാം. അതിൻ്റെ പർച്ചേസിന് ഇന്ന് പോയിട്ടുണ്ട്, അതിൻ്റെ അപ്ഡേറ്റും തരാം.
ഓക്കെ, അപ്പൊ എന്തായാലും തെറ്റുകളും മുണ്ടലൊക്കെ മാറിക്കണ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം.